ഈ പ്യുവർ വെജിറ്റേറിയൻ എന്താ എവിടെ കിട്ടും? ഈ പ്യുവർ എന്നുള്ള വാക്ക് എവിടെ നിന്നായിരുന്നു? അപ്പം നോൺ വെജ് പ്യുവർ അല്ലേ? പ്യുവർ അല്ലേ? ഈ ബ്രാഹ്മൺസ് ഒക്കെ എന്തുകൊണ്ടാണ് വെജിറ്റേറിയൻസ് ആയി മാറിയത്, അല്ലെങ്കിൽ അവർ കഴിക്കാത്ത എന്തുകൊണ്ടാണ്? അല്ല, ബ്രാഹ്മിൺസ് വെജിറ്റേറിയൻസ് അല്ല. പ്രാചീന ബ്രാഹ്മിൺസ് ഉള്ളത് ബംഗാളിലാണ്. ബംഗാളിൽ മത്സ്യം കഴിക്കണമെന്നാണ് ബ്രാഹ്മിൺസ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? വെജിറ്റേറിയൻസിന് വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് അവരുടെ ഒരു ഇമോഷൻ ഉണ്ടാക്കി. നമ്മുടെയൊക്കെ വീട്ടിൽ ഭയങ്കര പ്രൗഡാ. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതൊരു ആ സദ്യ വളരെ ഹെൽത്തി അല്ലേ? പക്ഷെ പ്രശ്നം എന്താണ്? ചോറ് 4 പ്രാവശ്യം വരുന്നിടത്താണ് നമ്മുടെ പ്രശ്നം. ഗോമാംസം അത് നമ്മൾ കഴിക്കരുത് എന്നുള്ളത് നമ്മൾ ബേസിക്കലി റിക്വസ്റ്റ് ചെയ്യുന്നു. മീൻസ് അത് നമ്മുടെ കൾച്ചറലുമായിട്ടും നമ്മുടെ ദൈവമായിട്ടും മുട്ട കഴിക്കണം എന്നാണ് നിങ്ങൾ മുട്ടയുടെ അനുകൂലിയാണ്. മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പാടില്ല രാത്രിയിലും. അങ്ങനെ ഉണ്ടോ? ഒന്നുമില്ല. അതിന് നേരെ മറിച്ച് കോളിൻ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉള്ളത് മുട്ടയുടെ മഞ്ഞയിലാണ്. വെജിറ്റബിൾ ഫിഷ് കറി. വെജിറ്റബിൾ ഫിഷ് കറി ഉണ്ട്. ഇത് ചേനയാണ്. വെജിറ്റബിൾ ബീഫ് കറി ഉണ്ട്. സോറി, വെജിറ്റബിൾ ചിക്കൻ കറി. വെജിറ്റബിൾ ചിക്കൻ കറി ആണ് സോയാബീനാണ്. ആയതുകൊണ്ട് ഇതില്ലാതെ പിടിച്ചേക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയും ഒക്കെ ഈ സാധനത്തിന്റെ പേര് കണ്ടാലും മതി എന്നുള്ളതാ. ഡോക്ടർ അഭിജിത്ത്, ABC ടോക്കിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ AVT പ്രീമിയം ടീ. താങ്കൾ ഒരു നാച്ചുറോപ്പതി ഡോക്ടറാണ്. യെസ്. ഈ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ വെജ് ഭക്ഷണ രീതിയോട് മാത്രമാണോ നിങ്ങൾ? നോൺ വെജിന് അഗനിസ്റ്റ് ആണോ? അല്ല, നോൺ വെജിന് അഗനിസ്റ്റ് അല്ല. ആക്ച്വലി ട്രഡീഷണൽ നാച്ചുറോപ്പതിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു ആധുനിക ഈ സയൻറ്റിഫിക് ബാക്കപ്പിലൂടെ നമ്മൾ ഈ ഒരു സിനാരിയോയിൽ നോക്കും. തീർച്ചയായിട്ടും വെജ് ഓർ നോൺ വെജ് എന്നുള്ളത് മാറ്റർ അല്ല. അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനുഷ്യന് അടിസ്ഥാനമായി സസ്യബുക്കാണോ മാംസബുക്കാണോ? സസ്യബുക്കാണ് എന്നൊരു തോന്നൽ എനിക്കില്ല. മനുഷ്യന് അടിസ്ഥാനം മിശ്ര ബുക്കാണ്. കാരണം നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മിശ്ര ബുക്ക് ആവുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് തന്നെയല്ല, ഈ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നിങ്ങൾ ഹെൽത്തി ആവുന്നു എന്നുള്ള കൺസെപ്റ്റ് വളരെ തെറ്റാണ്. അത് സയൻറ്റിഫിക്കലി തെറ്റാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സോ കോൾഡ് വെജിറ്റേറിയൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയാണ്. ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിൽ മോർ ദാൻ 50% കാർഡിയാക് ഇഷ്യൂസ് കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ്. അതെ, ആയിക്കോട്ടെ, അത് കറക്റ്റായിട്ട് അറിയാവുന്നോട് പറഞ്ഞതാണ്. ഇപ്പം നമ്മളുടെ ഫാമിലിയിൽ ഉൾപ്പെടെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ വെജിറ്റേറിയൻസ് ആയി എന്നുള്ളത് കൊണ്ട് ഇപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ചുറ്റും കണ്ടുവരുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഭക്ഷണ രീതി കൊണ്ടാണ്. നമ്മളുടെ ഭക്ഷണ രീതികളിൽ ഏറ്റവും കൂടുതൽ തന്നെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഓവറായിട്ടുള്ള കാർബ് ഇൻടേക്കാണ്. ഈ ഓവറായിട്ടുള്ള കാർബ് ഇൻടേക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? വെജിറ്റേറിയൻസ് ആണ്. അത് ഓയിൽസ് അതിൻ്റെ അകത്ത് വരില്ലേ? അതിനകത്തൊരു ഭയങ്കര രസകരമായ ഒരു കമന്റ് ഇന്നലെ ഞാൻ വായിച്ചു. അതായത് ഒരു ഫലം, ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ മറ്റൊരു ജീവി കഴിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് വിഷം തളിക്കുകയും അല്പം കഴിഞ്ഞ് വിഷം തളിച്ചവൻ തന്നെ അതെടുത്ത് കഴിക്കുകയും ചെയ്യുന്നത് ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. പച്ചക്കറി പ്രിപ്പയർ ചെയ്യുന്നതിന്, കുക്ക് ചെയ്യുന്നതിന്, കൃഷി ചെയ്യുന്നതിനെ പറ്റിയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഫലം മറ്റൊരു ജീവി കഴിക്കുക, അതായത് വേറെ ഇൻസെക്ട്സോ മറ്റു സാധനങ്ങളോ ഒന്നും കഴിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ഒരു മരുന്നടിക്കുന്നു. അതേ ഫലം അല്പം കഴിഞ്ഞ് അവൻ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നത് ഒരേ ഒരു വിഡ്ഢിയായ ജീവി മനുഷ്യൻ മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ പലപ്പോഴും ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് വരുമ്പോൾ കോമൺ സെൻസ് നഷ്ടപ്പെടുക എന്നുള്ളത് മനുഷ്യർക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്. നമുക്ക് ഈ ചെറിയ ചില ലാഭങ്ങൾക്ക് വേണ്ടി കോമൺ സെൻസ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ പറയുന്ന കാര്യം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ സമയത്തെ ലാഭത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ ഒബ്സർവ് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. അതിലൊന്നാണ് ഈ പറയുന്ന പോലെ പച്ചക്കറി, പഴങ്ങൾ എന്നൊക്കെ ഉള്ളത്. നമ്മളിത് പറയുമ്പോൾ പച്ചക്കറിയും പഴങ്ങളും വളരെ അത്യാവശ്യമാണ്. ഫൈബർ കണ്ടന്റ് നമ്മളുടെ ശരീരത്തിന്, നമ്മുടെ ഈ പറയുന്ന ഗട്ടിന് ഒക്കെ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഈ ബീയിങ് വെജിറ്റേറിയൻ എന്നുള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ ഓക്കെ ആയി എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു എന്താ പറയുക ഒരു സിനാരിയോ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഈ വെജിറ്റേറിയൻ ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ബ്രാഹ്മണ കമ്മ്യൂണിറ്റി, അങ്ങൊരു ആ കമ്മ്യൂണിറ്റി ഈ വെജിറ്റേറിയൻ ഭക്ഷണം ഒരു സീക്രട്ട് ഫുഡായിട്ട് കാണുന്നുണ്ട്. പ്യുവർ പ്യുവർ എന്നതിനേക്കാൾ സീക്രട്ട് എന്നുള്ള വേർഡ് അല്ല, റെസ്റ്റോറന്റിൽ പ്യുവർ ഉണ്ട്, വെജിറ്റേറിയൻ അതുണ്ട്. ഈ പ്യുവർ വെജിറ്റേറിയൻ എന്താ എവിടെ കിട്ടും? അതെങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഈ പ്യുവർ എന്നുള്ള വാക്ക് എവിടെ നിന്നാ വരുന്നത്?
പരിശുദ്ധ വെജിറ്റേറിയൻ. അപ്പം നോൺ വെജ് പ്യൂർ അല്ലേ? പ്യൂർ അല്ലേ? അതുകൊണ്ട് അത് കറക്റ്റാണ്. ചോദിച്ചു വന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു വിശുദ്ധ ഫുഡാണ്. ഇപ്പം നമ്മുടെ പല സുഹൃത്തുക്കളും ചിലപ്പം ഹോട്ടലിൽ ചെന്നാൽ അവർ ഒരു ടേബിളിൽ വെജും നോൺ വെജും വിളമ്പിയാൽ അവർ നോൺ വെജ് കഴിക്കണം എന്നില്ല, അല്ല അവർ വെജ് കഴിക്കുന്ന അവർ മാറിയിരിക്കും. മനസ്സിലായി? പക്ഷേ കിച്ചണിൽ ഒരുമിച്ചായിരിക്കും കുക്ക് ചെയ്യുന്നത്. വീട്ടിൽ വന്നാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരെ ഞാൻ ഒരു എന്തെങ്കിലും വിശേഷത്തിന് വിളിച്ചാൽ നോൺ വെജ് ഉണ്ടോ കറക്റ്റ് എന്ന് ചോദിക്കും. കറക്റ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഉണ്ട് എന്ന് പറയും, നോൺ വെജ് ഇല്ലാത്ത സമയത്ത് അവർ കഴിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനകത്തൊരു ഇപ്പം എൻ്റെ ചില സംശയങ്ങളാണ്. ഇത് ഒരിക്കലും ഒരു കോൺട്രവേഴ്ഷ്യൽ തലത്തിലേക്കല്ല ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. എല്ലാ സാധനങ്ങൾക്കും ജീവനുള്ളതല്ലേ? അതെ. ഈ ഞാനീ പറയുന്നത് പോലെ നിങ്ങൾ ഈ സസ്യബുക്ക് ആയതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യാതിരിക്കുന്നു, നിങ്ങൾ ആരെ ഉപദ്രവിക്കാതിരിക്കുന്നു, അങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ യഥാർത്ഥത്തിൽ 2026 നമ്മൾ മാറി ചിന്തിക്കണം എന്നുള്ള കൺസെപ്റ്റുള്ള ആൾ തന്നെയാണ് ഞാൻ. നിങ്ങൾ ഈ പറയുന്ന പോലെ വെജിറ്റേറിയൻ ആയി എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരെയും അങ്ങനെയല്ലല്ലോ. ഇപ്പം ഈ പറഞ്ഞതുപോലെ ചെടികൾക്കും ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൾച്ചർ അനുസരിച്ച് എന്തിലും നമ്മൾ ജീവൻ കാണുന്നു. വി ഷുഡ് റെസ്പെക്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്. അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതിനെ ഒരു ഈ പറയുന്നത് പോലെ നിങ്ങൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ദൈവികമായ ഒരാളായി, നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് കുറെ അകന്നുപോയി, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെയാണല്ലോ ഇപ്പൊ ചോദിക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടൊരു എങ്ങനെയാണ് ഇത് ആരംഭിച്ചത്? അല്ലെങ്കിൽ ബ്രാഹ്മൺസ് ഒക്കെ എന്തുകൊണ്ടാണ് വെജിറ്റേറിയൻസ് ആയി മാറിയത്? അല്ലെങ്കിൽ അവർ കഴിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ബ്രാഹ്മൺസ് വെജിറ്റേറിയൻസ് അല്ല. ബ്രാഹ്മൺസ് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും എനിക്ക് തോന്നുന്നു പ്രാചീന ബ്രാഹ്മൺസ് ഉള്ളത് ബംഗാളിലാണ്. ബംഗാളിൽ മത്സ്യം കഴിക്കണമെന്നാണ് ബ്രാഹ്മൺസ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അതെ. എൻ്റെ ഇപ്പൊ ബ്രാഹ്മൺസ് വെജിറ്റേറിയൻ ആയത് എനിക്ക് തോന്നുന്നൊരു ഈ സൗത്തിലേക്കും ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് വളരെ ഇതായിട്ട് കാണുന്നത്. കാരണം ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നേപ്പാളീസാണ്. നേപ്പാളിൽ നിന്ന് എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് നേപ്പാൾ ബ്രാഹ്മിൻ ഫാമിലിയാണ്. ഞാനവിടെ പോകുമ്പോൾ തലേ ദിവസം മീനിന്റെ ഒരു 6-7 ഡിഷുള്ള കറിയാണ്. മീൻ കഴിക്കണമെന്നാണ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബ്രാഹ്മിൻസ് വെജിറ്റേറിയൻ ആയത് ഏതോ ഒരു മൊമെന്റിൽ എന്തൊക്കെയോ സോഷ്യൽ, ഞാൻ പറയാം, നിങ്ങൾ വെജിറ്റേറിയൻ ആവുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുമ്പം ഈ വെജിറ്റേറിയൻ ആവുന്ന എന്തെങ്കിലും പാപമാണ് അല്ല. പക്ഷെ വെജിറ്റേറിയൻ അല്ലാത്തവർ പാപികളല്ല. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് അതാണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആവാത്ത, നിങ്ങൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കുറഞ്ഞ ആളാണോ? അല്ല, എനിക്ക് അങ്ങനത്തെ അഭിപ്രായം. വെജിറ്റേറിയൻ ആവണം, പക്ഷേ ആസ് എ ഡോക്ടർ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാവണം നിങ്ങളുടെ പ്ലേറ്റിൽ. വേണ്ട പ്രോട്ടീനും വേണ്ട ഫാറ്റും വേണ്ട കാർബോഹൈഡ്രേറ്റും വേണ്ട ഫൈബറും വെച്ച് വെജിറ്റേറിയനിൽ തന്നെ ബാലൻസ്ഡ് പ്ലേറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ വെജിറ്റേറിയൻ ആയിക്കോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നോൺ വെജ് കഴിക്കുന്നവർ എന്തെങ്കിലും ഒരു മോശക്കാരാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ദൈവികമായ കുറച്ച് അകൽച്ച പാലിക്കേണ്ടവരാണ് എന്നുള്ള കൺസെപ്റ്റൊക്കെ അൾട്രാ ബുൾഷിറ്റ് എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഇതിനകത്ത് നമ്മൾ ഇപ്പൊ ഈ രജസ്യ, തമസ്യ, രാജസിക്, താമസിക്, സാത്വിക്, മൂന്നായിട്ടാണല്ലോ ഭക്ഷണത്തെ. ശരിക്കും ഇതിന്റെ ഒരു ലോജിക്ക് എന്താണ്? അക്കോർഡിംഗ് ടു നമ്മളുടെ ട്രഡീഷനിൽ ഇത് മൂന്നും നമ്മളുടെ ക്യാരക്ടറിനെ തീരുമാനിക്കുമെന്നും, സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശാന്തസ്വരൂപരായി മാറുമെന്നും, നമ്മളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാലത്തിനനുസരിച്ച് മാറേണ്ട കുറേ കാര്യങ്ങൾ ഒന്നാണ് അത്. അതിനപ്പുറം നമ്മളുടെ ഹെൽത്തും നമ്മളുടെ ഫിസിക്കൽ സ്റ്റേറ്റും ഒക്കെയാണ് ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിനകത്തൊന്നും വലിയ പ്രസക്തി വരുന്നില്ല. ഇല്ല. പക്ഷേ ഇത് വേറെ കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ഈ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു, പക്ഷെ വെജ് കഴിച്ചാൽ ശരീരത്തിന് കിട്ടുന്ന സുഖം ചിലപ്പോൾ നോൺ വെജ് കഴിഞ്ഞാൽ കിട്ടണം എന്നില്ല. കറക്റ്റ്. ഡൈജഷൻ്റെ എഫേർട്ട് കൂടുതലാണ്. നിങ്ങളുടെ വെജ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. വെജിൽ തന്നെ പലതും ഇല്ലേ. ഒരു ഹെവി സദ്യ കഴിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? തളർച്ചയുണ്ടാവും. ഈ സദ്യ കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് ഉറങ്ങണേ. യഥാർത്ഥത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? ഒരു എനർജിക്ക് വേണ്ടിയാണ്. ഈ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തളരുന്ന എന്തിന്റെ സിംറ്റമാണ്, അല്ലെങ്കിൽ എന്ത് സിമ്പിളാണ്? വേണ്ടാത്താണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ്, വേറെ കാര്യമൊന്നുമില്ല. അത് വളരെ സിമ്പിളാണ്. സദ്യ പക്ഷെ പ്രശ്നക്കാരനല്ലായിരുന്നു, ഞാൻ എപ്പോഴും പറയുന്നതാണ്. കാരണം നമ്മളുടെ ഒരു ട്രഡീഷണലി ഒരു ഹെൽത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ സദ്യ എന്നുള്ളത് വൺസ് ഇൻ എ വൈൽ നമ്മളുടെ ജീവിതത്തിലുള്ള സാധനം ആണല്ലോ, അല്ലാതെ ഡെയിലി ലൈഫിലുള്ള സാധനം അല്ല സദ്യ എന്നുള്ളത്. സദ്യ വൺസ് ഇൻ എ വൈൽ നമ്മൾ കഴിക്കുന്ന, വർഷത്തിലൊരു 3-4 തവണ നമ്മളുടെ പിറന്നാളുകൾക്കോ ഓണത്തിനോ വിഷുവിനോ അങ്ങനെയൊക്കെയാണ്. ആ സദ്യ വളരെ ഹെൽത്തി അല്ലേ? നിങ്ങൾ ആലോചിച്ചേ.
ആ സദ്യ വിളമ്പുന്ന രീതിയിൽ വളരെ രസകരമായിട്ടൊരു ഹെൽത്ത് ഉണ്ട്. കൂടുതൽ കഴിക്കേണ്ട അവിയൽ കൂടുതൽ വിളമ്പുന്നുണ്ട്, കൂടുതൽ കഴിക്കേണ്ട തോരൻ കൂടുതൽ വിളമ്പുന്നുണ്ട്, കുറച്ച് കഴിക്കേണ്ട അച്ചാർ കുഴച്ചേ വിളമ്പുന്നുള്ളൂ, ഉപ്പ് വളരെ കുറച്ചാണ് നമുക്ക് വേണ്ടത്, എല്ലാം കഴിഞ്ഞിട്ട് ചോറിടാനുള്ള സ്ഥലം കുറച്ചേ ഉള്ളൂ, അത്രയും ചോറ് നമ്മൾ കഴിച്ചാൽ മതി. നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള, അത്യാവശ്യം നെയ്യൊക്കെ വന്ന് ഫാറ്റുള്ള, കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ള, പഴം വരെയുള്ള എന്നാൽ അത് ഒക്കേഷണൽ ഫുഡ് ആയിട്ട് പോലും അതിനകത്തൊരു ഹെൽത്ത് ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? ചോറ് 4 പ്രാവശ്യം വരുന്നിടത്താണ് നമ്മുടെ പ്രശ്നം. ആദ്യമേ സാമ്പാർ ചോറ് മാത്രം നമ്മൾ ചോറ് കുഴി കുത്തി പോകുന്നിടത്താണ് പ്രശ്നം. ഓരോ കറികൾക്കും ഓരോ പ്രാവശ്യം ചോറ് മേടിക്കുവാണ്. അതാണ് ഈ ചോറ് മിനിമത്തിൽ ആ ചോറ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്താൽ ആ സദ്യയും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും പ്രശ്നക്കാരനല്ല. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ഹോട്ടലുകൾ 4 ടൈപ്പ് 5 ടൈപ്പ് പായസം 365 ദിവസവും രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ സദ്യ കൊടുക്കുന്ന ഹോട്ടലുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ ആ ഹോട്ടലിലൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് കഴിക്കാൻ. എവറി ഡേ റഷാണ്. അതിനർത്ഥം നമുക്ക് ഹെവി ഫുഡിനോട് അല്ലാത്തൊരു പ്രേമവും സ്നേഹവും. അല്ല, ഓക്കെ, നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ താങ്കളൊരു നാച്ചുറോപ്പതി ഡോക്ടറായി ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നോൺ വെജ് ഉപയോഗിക്കും, ഫിഷൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കോഴിക്കറി പണ്ട് മുതലേ വയ്ക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ കോഴിക്കറി എന്ന് പറഞ്ഞാൽ പണ്ടൊരു കോഴി, വീട്ടിൽ വളർത്തുന്ന കോഴിയിൽ നിന്നൊരു കോഴിയെ വല്ലപ്പോഴും വിളിച്ചൊരു കോഴിക്കറി വയ്ക്കുക, ഒരാളെ വിളിച്ച് ആ കോഴിയെ കട്ട് ചെയ്യിപ്പിക്കുക. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ വെജിറ്റേറിയൻ ജീവിത രീതി, ഒരു പക്ഷേ നോൺ വെജിറ്റേറിയൻ അവർ കഴിക്കുമെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും ചിക്കൻ ഉണ്ട്. മനസ്സിലായി? എൻ്റെ മക്കൾക്കൊക്കെ ചിക്കൻ ചിക്കൻ മേടിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയല്ല, മേടിക്കുക ചെയ്യുന്നത്, പുറത്തുനിന്ന് മേടിക്കുക ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അപ്പച്ചി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അപ്പച്ചിയുണ്ട്. 100 വയസ്സായി. 100 വയസ്സെന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളും ഷാർപ്പാണ്. ശൂരനാടുള്ള എൻ്റെ അപ്പച്ചി. മനസ്സിലായില്ല? കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞാൻ താടി മുടിയൊക്കെ വളർത്തി നടന്നൊരു സമയത്ത് എന്നെ കണ്ട എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊന്നും തിരിച്ചറിയാത്തപ്പോൾ ഞാൻ അവിടെ അപ്പച്ചിയെ കാണാൻ ചെന്നപ്പോൾ ഗോവിന്ദൻകുട്ടിയാണോ അവിടെ എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. 100 വയസ്സുള്ള അപ്പച്ചിയാണ്. മനസ്സിലായില്ലേ? അത് ആ ഒരു 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 ഭക്ഷണ രീതിയുടെ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ അവസ്ഥ അവർ വെജായിരുന്നതിൻ്റെ ആണ് എന്ന് പറയാൻ കഴിയുമോ? വെജായിരുന്നതിൻ്റെ അപ്പുറം അവരുടെ ലൈഫിൽ ഭക്ഷണം വളരെ സിമ്പിളായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ടർ. അവരാവശ്യത്തിനാണ് കഴിച്ചത്, നമ്മൾ ആക്രാന്തത്തിലാണ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ 5 നേരം കഴിച്ചിരുന്നില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അവർ 5 നേരം കഴിച്ചിരുന്നില്ല. അവരുടെ ലൈഫിൽ അവർക്ക് കുഴിമന്തിയും ബിരിയാണിയും ഈ പിസയും സാൻഡ്വിച്ചും ബർഗറും ശക്തമായ കുഴിമന്തി. ഇതിനകത്തെന്നറിയോ, എനിക്ക് കുഴിമന്തിയുടെ ഒരു വിരോധമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഈ കുഴിമന്തിയുടെ ഒരു കട തുടങ്ങാം. അപ്പം എന്നോട് പറഞ്ഞു, ഒന്ന് ഇനാഗ്രേഷൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം കിട്ടാവുന്നതിൽ നമ്മളെ അങ്ങോട്ട് അവിടെ കൊണ്ട് നിർത്തുക. എനിക്ക് കുഴിമന്തിയുടെ വിരോധമില്ല. ഞാൻ എപ്പോഴും അന്നും ഇന്നും ഒക്കെ പറയുന്നത് കുഴിമന്തി ഉണ്ടാക്കേണ്ട പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ദുബായിലോ അറബിക് കൺട്രീസിലോ പോയാൽ ട്രഡീഷണലി അവർ നമുക്ക് തരുന്ന കുഴിമന്തിയും ഇവിടെ തരുന്ന കുഴിമന്തിയുമായിട്ട് ഒരു ബന്ധമില്ല. ഇവിടെ യൂസ് ചെയ്യുന്ന മസാല, ഇവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ, ഇവിടെ യൂസ് ചെയ്യുന്ന ഓവറായിട്ട് ഓയിലി ആയിട്ട് നിങ്ങൾക്ക് തരുന്ന റൈസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന യങ്സ്റ്റേഴ്സും ഈ പറയുന്ന ആളുകളും കുഴിമന്തിക്ക് പുറകെ പോകുന്നത് ആ കുഴിമന്തിയുടെ ടേസ്റ്റ് കാരണം മാത്രമല്ല. ഓക്കെ, കുഴിമന്തി പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആ പ്രായത്തിലുള്ള ആളുകൾക്കുണ്ടായിരുന്നൊരു ഡിസിപ്ലിൻ ഉണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും അവർ ചെയ്ത ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അതല്ലേ ഇന്ന് ആബ്സെൻസ് ആണ് സർ. നിങ്ങളുടെ ഭാര്യ, ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള തലമുറയ്ക്ക് പോലും നമ്മളുടെ അതിന് മുമ്പത്തെ തലമുറയുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ പകുതി ചെയ്യേണ്ടി വരുന്നില്ല. അവരാ നല്ല പ്രായത്തിൽ ചെയ്ത ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് വെൽ എന്താ പറയുക, വാലിഡാണ്. നമുക്കെന്താ ഉള്ളത്? നമ്മൾ തമാശയ്ക്ക് പറയുമല്ലോ, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും മിക്സിയും ഈ പറയുന്ന മോട്ടറും എല്ലാം നമ്മൾ പറയുമല്ലോ. 100 വയസ്സുള്ള അമ്മൂമ്മയുടെ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന ഡെയിലി ലൈഫിൽ അവർക്ക് വേണ്ടിയും അവരുടെ ഫാമിലിക്ക് വേണ്ടിയും അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലൂടെ അവർക്കുണ്ടായ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഏറ്റവും മിനിമം ഫുഡിലും അവർ മെയിൻറ്റെയിൻ ചെയ്തൊരു ഹെൽത്ത് ഉണ്ട്. ആ ഹെൽത്താണ് 100 വയസ്സിൽ പഞ്ചേന്ദ്രിയങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കിന്നതില്ല. നമുക്ക് ഈ പറയുന്ന ഫാസ്റ്റ് ലൈഫിൽ നമ്മളെല്ലാത്തിനെയും ഷോർട്ട് കട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ
നമുക്ക് ഹെൽത്ത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഒരു ബേസിക് സെൻസ് നമുക്കില്ലല്ലോ. ഇനി ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു ആരോഗ്യ ചർച്ചയ്ക്കിടയിൽ തന്നെ ഞാൻ ഒരുപക്ഷെ അങ്ങ് ഉത്തരം പറയുമോ എന്ന് എനിക്കറിയില്ല. ഈ ഹിന്ദുക്കൾ പൊതുവെ വെജായിരിക്കണമെന്നൊരു പൊതു നിയമമുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ നിയമം ഇല്ലല്ലോ. അങ്ങനെയാണോ? അങ്ങനെ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹിന്ദുക്കൾ എല്ലാവരും വെജായിരിക്കണമെന്നോ വെജായിരുന്നത് കൊണ്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്നോ ഒന്നുമില്ല. ഇപ്പോൾ കാരണം നമ്മളെ ഹിന്ദു കൺസെപ്റ്റിൽ ഒരു എന്താ പറയുക, ഒരു ഏകദൈവ സങ്കല്പമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അങ്ങനെയൊന്നും അല്ല. നമുക്ക് നമ്മളുടേതായ വൈവിധ്യങ്ങളുണ്ട്. നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമുള്ളൊരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണല്ലോ ഹിന്ദു ഫിലോസഫി എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളുടെ തന്നെ ഇപ്പം വൈഷ്ണവത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ഉപാസനാ പ്രക്രിയകളിൽ തന്നെ അവിടെയൊക്കെ മാംസാഹാരം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മളിങ്ങനെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് എന്താണ് നേദിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് നമ്മൾ പോയാൽ നമ്മൾ കാണുന്നത് അവിടെ മാംസം നേദിക്കുന്നുണ്ടല്ലോ. പക്ഷെ കോമൺലി എല്ലാ ദൈവങ്ങളും വെജിറ്റേറിയൻ അല്ലേ? അല്ല, ദൈവങ്ങൾ അതാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് വൈഷ്ണവ ശൈവ സങ്കല്പങ്ങൾ നമ്മൾ പ്രധാനമായി പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം തന്നെ ഇപ്പം ശാക്തേയ സങ്കല്പങ്ങളെല്ലാം തന്നെ ഇറച്ചി നേദിക്കുന്നുണ്ട്, കള്ള് നേദിക്കുന്നുണ്ട്. അല്ല, അപ്പൊ പിന്നെ എവിടം കൊണ്ടാണ് ഹിന്ദു വെജിറ്റേറിയൻ ആയിരിക്കണമെന്ന്? അതാണ് നമ്മളതൊക്കെ ആലോചിക്കുന്നത് എവിടെയാണ്. അല്ല പക്ഷെ എന്റെ വീട്ടിൽ നിന്നൊന്നും നോൺ വെജ് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ അനുവദിക്കത്തില്ല. മുട്ട കഴിച്ചാൽ പോലും അമ്പലത്തിൽ പോകാൻ അനുവദിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ നോൺ വെജേ ഇല്ല. പിന്നെ കോൺഫ്ലിക്റ്റ് ഇല്ല. സതീഷിന്റെ വീട്ടിൽ ഇല്ല, കുളിച്ചിട്ട് പോകുമ്പോൾ സംഭവിക്കില്ല. നമ്മൾ സാധാരണ ഒരു ദിവസം ഒന്ന് കുളിച്ചിട്ട് പോയാൽ അത് സംഭവിക്കില്ല. അതല്ല, കറക്റ്റ് ആണ്. നമ്മൾ ഈ അതായത് നോൺ വെജ് കഴിച്ചാൽ പിന്നെ ഈശ്വരന്റെ അടുത്തേക്ക് പോകാനുള്ള എവിടെയോ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഹിന്ദു എന്നുള്ളൊരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു കൾച്ചറിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആവണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. നേരെ മറിച്ച് പല ഇമോഷൻസിന്റെയും പേരിൽ ഇപ്പം ഗോമാംസം അത് നമ്മൾ കഴിക്കരുത് എന്നുള്ളത് നമ്മൾ ബേസിക്കലി റിക്വസ്റ്റ് ചെയ്യുന്നു. മീൻസ് അത് നമ്മുടെ കൾച്ചറലുമായിട്ടും നമ്മുടെ ദൈവമായിട്ടും. അതല്ലാതെ ഉള്ളൊരു വെജിറ്റേറിയൻ ആവണം ഹിന്ദു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എനിക്കൊന്നും ഈ സ്വാമിമാർ പോലും ഇപ്പം അതിനെ അങ്ങനെ അല്ല, ഇപ്പം നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആവണം എന്നൊരു നിർബന്ധം ഇല്ല എന്നുള്ളത്. അല്ല, ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ സ്പിരിച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ടിബറ്റൻസ് ആണ്. കറക്റ്റ്. ഒരു പക്ഷേ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത്, അല്ലെ ഹിമാലയത്തോട് അടുത്ത് നിൽക്കുന്നത്, കൈലാസത്തോട് അടുത്ത് നിൽക്കുന്നത്, ഏറ്റവും അധികം ജപവും പ്രാർത്ഥനയും, മനസ്സിലായില്ലേ, ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു പക്ഷേ അവരുടെ ഒരു ദൈനംദിന പ്രക്രിയയുടെ ഭാഗമാണ് ഇതൊക്കെ. ടിബറ്റിലെ ബുദ്ധിസവും മൊത്തത്തിൽ അവരുടെ ജീവിത രീതി തന്നെ അങ്ങനെയാണ്. പക്ഷെ അവർക്ക് അവിടെ വെജിറ്റേറിയൻ ഫുഡ് അവൈലബിൾ അല്ല. മഞ്ഞിലെവിടെയാ പച്ചക്കറി ഉണ്ടാവുക? അവർ മീറ്റ് കഴിക്കാൻ നിർബന്ധിതരാകുന്നു. അവർ മീറ്റ് കഴിക്കുമ്പോഴും അവർ സ്പിരിച്വൽ അല്ലാതാവുന്നില്ല. അല്ല, ഇതൊക്കെ സാഹചര്യമാണെന്നേ. നമ്മൾ ഇതിനെയൊക്കെ പ്രത്യേകിച്ച് ഹിന്ദു ഇതിൽ ഒരിക്കലും നമുക്ക് ദൈവത്തോട് അടുക്കാൻ ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് ഉണ്ടാവണമെന്ന് ഒരു സമയത്തും പറയുന്നില്ലല്ലോ. നമ്മളുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അതാണല്ലോ. ഇപ്പോൾ ഒരു കഥയുണ്ട്. അതായത് ഈ അമ്പലത്തിൽ ഒരു പയ്യൻ കയറുകയാണ്. ഒരു പയ്യൻ കയറുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു പയ്യൻ അമ്പലത്തിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ചാണ് മോൻ കയറുന്നത്. അപ്പോൾ മോൻ കയറുമ്പോൾ ഈ അമ്പലത്തിൽ കയറുമ്പോൾ 2 സിംഹം ഇങ്ങനെ കല്ലിൻ്റെ ഇങ്ങനെ സിംഹം ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ മോനിങ്ങനെ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ വരുന്നില്ല അച്ഛാ എന്ന് പറയാം. അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, അല്ല വാ, അല്ല അച്ഛാ സിംഹം കടിക്കുമോ? ഇല്ല മോനെ, അത് കല്ലല്ലേ, നീങ്ങ് ബാ എന്ന് പറയും. അപ്പോൾ ഈ മോനെ അച്ഛനകത്ത് കൊണ്ട് തൊഴാൻ പറയുമ്പോൾ അച്ഛൻ അപ്പയും തൊഴത്തില്ല. അല്ല തൊഴടാ, അതും കല്ലല്ലേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അവിടുത്തെ സിംഹം കല്ലാണെങ്കിൽ അകത്തിരിക്കുന്നതും കല്ലല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ശരിയല്ലേ അങ്ങനെ നോക്കിയാൽ? പക്ഷെ ഹിന്ദു കൾച്ചറിൽ അതിനെല്ലാം നമുക്ക് ഉത്തരങ്ങളുണ്ട് ഇല്ലേ? ആ കല്ലിൽ നമുക്ക് ദൈവത്തെ ആവാഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ കൾച്ചറിൽ നമുക്ക് തൂണിലും തുരുമ്പിലും നമുക്ക് ദൈവീയാംശം കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അകത്തിരിക്കുന്നതിൽ പ്രാണപ്രതിഷ്ഠ നടത്തി, അതാണ് നമ്മൾ ആവാഹനം നടത്തി അതിൽ പ്രാണനെ കൊടുത്ത് അതൊരു ദൈവമായി കണ്ട് ഒരു മനുഷ്യൻ എന്തൊക്കെയാണോ വേണ്ടത് എല്ലാ കാര്യങ്ങളും രാവിലെ 5 മണി മുതൽ 11 മണിക്ക് കിടത്തി ഉറക്കി വൈകിട്ട് പോയാൽ 5 മണിക്ക് വീണ്ടും നട തുറന്ന് നമ്മൾ ദീപാരാധന നടത്തി വൈകിട്ട് അത്താഴപൂജയിൽ നമ്മൾ നേദ്യം കഴിഞ്ഞ് ശിവേലിയും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് പോയി രാവിലെ വിളിച്ചുണർത്തി മണി അടിച്ച് നട തുറന്ന് ഒരു രാജാവിനെ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ സോ കോൾഡ് ഒരു ബോസിനെ നമ്മൾ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്തിരിക്കുന്ന വളരെ സയന്റിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഓരോ അമ്പലങ്ങളും ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷേ
ഈ ഹിന്ദു കൾച്ചറിൽ അമ്പലങ്ങളിൽ പോകണമെന്നില്ല നമുക്ക് ദൈവത്തോട്. അതൊരു സ്പേസ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് അല്ലേ. ഈവൻ ഹിന്ദു കൾച്ചറിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായത് എത്രയോ കാലത്തിന് ശേഷം. കറക്റ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും നമുക്ക് ദൈവത്തോട് അടുക്കാനുള്ള ഒരു ലിമിറ്റേഷനായിട്ട് ഒരു സ്ഥലത്തും ഇല്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വെജിറ്റേറിയൻ ആയി എന്നുള്ളത് കൊണ്ട് ഹിന്ദു കൾച്ചറിൽ എന്തൊക്കെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തന്നെയാണ് ചോദ്യം. നേരെ മറിച്ച് വേണ്ടാത്ത പരിപാടിക്ക് പോകരുത്, പക്ഷേ അതിന്റെ നിഷ്ഠകൾ പാലിക്കുക. പിന്നെ ഇപ്പൊ ഉണ്ടായ കോൺട്രവേഴ്സിയൊക്കെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. തീർച്ചയായിട്ടും എല്ലാ മതചിഹ്നങ്ങളെയും മതവിശ്വാസങ്ങളെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളുടെ ഒരിക്കലും അതിനെ ഒരു മതത്തെ ഇപ്പം ഇങ്ങനൊരു സംഭവം വരുമ്പം എന്നാൽ ഞാൻ ഇന്ന ഉത്സവത്തിന് ഇന്ന മൃഗത്തിന്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ അതിന് ഉത്തരമല്ലല്ലോ. അതങ്ങനെയല്ല. പക്ഷെ എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുക. പക്ഷെ ഹിന്ദു മതത്തിൽ നിങ്ങൾ വെജിറ്റേറിയൻ ആയി എന്നുള്ളത് കൊണ്ട് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഡോക്ടറുടെ സബ്ജക്റ്റിന് പുറത്തേക്ക് നമ്മൾ അതിനെ കുറച്ച് പൊളിറ്റിക്കലായി കൊണ്ടുപോയിട്ട് വീണ്ടും ഡോക്ടറുടെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരികയാണ്. എനിക്ക് മുട്ട കഴിക്കണം, പക്ഷെ എനിക്ക് മുട്ടയുടെ ഗുണങ്ങളില്ലാതെ എനിക്ക് മുട്ടയ്ക്ക് ഓൾട്ടർനേറ്റീവായിട്ട് എന്തൊക്കെയാണുള്ളത്? മുട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ മുട്ട തന്നെയാണ് കഴിക്കേണ്ടത്. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നല്ല ഫാറ്റ്, പ്രോട്ടീൻ കണ്ടന്റ്, ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി അതിനകത്തുള്ളത്. അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ കടല, ചെറുപയർ, പ്രോട്ടീൻ കണ്ടന്റ് വെജാണോ? അതല്ലേ വെജല്ലേ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് നമുക്ക് ഈക്വലന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ, കടല, അതിന്റെ ഈക്വലന്റ് ഫാക്ടേഴ്സ്, നല്ല ഫാറ്റ്, നെയ്യ് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഒരുപക്ഷെ മുട്ടയ്ക്ക് മുകളിൽ തന്നെ വൈറ്റമിൻസും ഉപയോഗിക്കാം. പക്ഷെ മുട്ട കുറച്ചുകൂടെ ഈറ്റബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കൺസെപ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മുട്ട കഴിക്കണം എന്നാണ് നിങ്ങൾ മുട്ടയുടെ അനുകൂലിയാണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഉണ്ട്. അതെ. ഇപ്പൊ മുട്ട വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ വലിയൊരു ചർച്ച കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, മുട്ട നമുക്ക് നമുക്ക് 90% ആൾക്കാർ കഴിക്കാൻ പറ്റും. ഒരു സമയത്ത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ സാധനമാണ് മുട്ട എന്നുള്ളത്. മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും, മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പാടില്ല, രാത്രിയിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല, നമുക്കറിയത്തില്ല. അതിന് നേരെ മറിച്ച് കോളിൻ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉള്ളത് മുട്ടയുടെ മഞ്ഞലേ ഉള്ളൂ എന്തെങ്കിലും. അപ്പോ ആ മഞ്ഞ ഒഴിവാക്കേണ്ടത് എന്തിനാണെന്നുള്ളത് സയന്റിഫിക്കലി നമുക്കാർക്ക് മനസ്സിലായിട്ട് ഇങ്ങനെ കുറെ സാധനം ഉണ്ടെന്നേ. ഡയബറ്റിക് ഉള്ളവർ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, ഷുഗർ ഉള്ളവർ രാത്രി ചപ്പാത്തി കഴിച്ചാൽ മതി. ഇതൊക്കെ ആരോ എവിടുന്നോ ഇരുന്ന് പറഞ്ഞു. ഒരു ദിവസം ഒരു മുട്ട കഴിക്കാൻ പാടില്ല എന്നൊക്കെ കേൾക്കണ്ടോ? ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് 3-4 മുട്ട കഴിക്കാം. അഗെയിൻ ചില കണ്ടീഷനിൽ ഡിപ്പെൻഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പൈൽസ്, ഫിഷർ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ബോഡി ഹീറ്റ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണെങ്കിൽ യു ഹാവ് ടു ബി ലിറ്റിൽ ബിറ്റ് കെയർഫുൾ. നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ശേഷം നിങ്ങൾക്ക്, അതല്ല ഒരു ഹെൽത്തി ബോഡിക്ക് ഒരു 4-5 മുട്ടയൊക്കെ ഡെയിലി കഴിക്കാവുന്നതിന് ഒരു പ്രശ്നം. അത് താറാമുട്ടയാണോ കോഴിമുട്ടയാണോ? താറാമുട്ടയാണ് ബെറ്റർ. എന്തുകൊണ്ടാണ്? അതിന്റെ കണ്ടന്റിൽ താറാമുട്ട നമ്മുടെ കുറച്ചുകൂടി കൂളിംഗ് ആണ്. ഈ കോഴിമുട്ട കുറച്ചുകൂടെ ഹീറ്റ് ആക്കുന്നുണ്ട് ബോഡീനെ. അപ്പൊ താറാമുട്ടയാണ് കുറച്ചുകൂടെ സജസ്റ്റബിൾ. കോഴിമുട്ടയാണല്ലോ ഓക്കെ. മുട്ട മൊത്തത്തിൽ കഴിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ഡോക്ടറെ, പലപ്പോഴും ഇറച്ചി കഴിക്കുമ്പോൾ, ഇപ്പൊ ചിക്കൻ കഴിച്ചു കഴിയുമ്പം എനിക്കൊരു സ്റ്റൊമക് ഫീൽഡ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിച്ചു എന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. എനിക്കതുകൊണ്ട് ചിക്കൻ കഴിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പം ചിക്കൻ കുറച്ച് നാൾ കഴിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് അത്രയും പ്രോട്ടീൻസും മറ്റു കാര്യങ്ങളും എങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും പാരില്ലേ? അല്ല, നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ ഇതിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നോൺ വെജിറ്റേറിയൻ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുട്ട കഴിക്കാം. അല്ലെങ്കിൽ വെജിറ്റേറിയനിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ധാന്യങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ചെറുപയർ മുളപ്പിച്ചത് നല്ല പ്രോട്ടീനാണ്. അതൊക്കെ നമ്മുടെ ഈ ചെറുപയർ മുളപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഡബിൾ തോട്ട് കേട്ടിട്ടുണ്ട്. അതായത് ലോകത്തെ ഏത് ധാന്യങ്ങളാണെങ്കിലും അത് മുളച്ചു വരുമ്പോൾ അതിന് കിളികളും മറ്റ് ജീവികളും ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വിഷാംശം അതിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്ന് അതിനെ കവർ ചെയ്യും. അതുകൊണ്ട് മുളപ്പിച്ച ധാന്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നൊരു വാദം കൂടി കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും കഴമ്പുണ്ട്? ഇതുവരെ നമ്മളുടെ ശ്രദ്ധയിലൊന്നും ഇത് പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, മുളപ്പിച്ച ചെറുപയർ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോട്ടീൻ കണ്ടന്റ് ആണ്. നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അറിവ്. അതിനകത്തൊരു പ്രശ്നമില്ല. ഉരുളക്കിഴങ്ങൊക്കെ മുളച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കരുതെന്നൊക്കെ പറയും. ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാൻ പാടില്ല, ചെറുപയർ പ്രശ്നം. ഉരുളക്കിഴങ്ങ് അല്ലാതെ ഉപയോഗിക്കുന്നത് കുറച്ച് കുറയ്ക്കണം എന്ന് അഭിപ്രായം എനിക്കുണ്ട്. ഉരുളക്കിഴങ്ങ് മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിലൊക്കെ നമ്മുടെ ബോഡിയെ കൂടുതൽ ഹീറ്റ് ആക്കും.
ഈ ഉരുളക്കിഴങ്ങ് പോലുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് ഇപ്പം ഈ പ്രോട്ടീൻ്റെ കാര്യത്തിൽ ചെറുപയറാണെങ്കിലും കടലയാണെങ്കിലും ഒക്കെ നമുക്ക് വെജിറ്റേറിയൻ ഓപ്ഷൻസ് കുറവാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. വെൻ യു ആർ കമ്പയറിംഗ് ടു നോൺ വെജ്, വെജിറ്റേറിയൻ ഓപ്ഷൻസ് കുറവാണ് എന്നുള്ളത് സത്യമാണ്. പിന്നെ പെട്ടെന്ന് ബോറടിക്കാനുള്ള സാധ്യത കൂടുതലാണ് വെജിറ്റേറിയനിലെ. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ പലരോടും ഡയറ്റ് നോക്കാനൊക്കെ പറയുമ്പോഴേ ഇപ്പം പ്രോട്ടീൻ കുറച്ച് വേണ്ട ശരീരമാണെങ്കിൽ ചെറുപയർ കടല ചെറുപയർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ. അതിനങ്ങനെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നം കൂടെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ വെജിറ്റേറിയൻ, ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവർ പ്യൂർ വെജിറ്റേറിയൻ ആണ്. പക്ഷെ ഈ വെജിറ്റേറിയൻകാര് വെജ് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ രുചി ഭയങ്കര പറയാതിരിക്കാൻ വെറൈറ്റീസ് ആണ്. തൈരോ മോരോ കുടിച്ചാൽ തന്നെ നമുക്കതൊരു ഭയങ്കര നമ്മുടെ വെജിറ്റേറിയൻസിൽ ഓപ്ഷൻസ് എൻ നമ്പറാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു നല്ല നോൺ വെജ് ഹോട്ടലിനേക്കാളും നല്ല രീതിയിൽ ഭക്ഷണം വെജിറ്റേറിയൻ ഹോട്ടൽസ് നമുക്ക് കിട്ടും. വിത്ത് ടേസ്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ ഈ ന്യൂട്രീഷണൽ ആസ്പെക്ട് പറയുമ്പോഴാണ് നമുക്ക് ചില ഇമോഷൻസ് ഒക്കെ വരുന്നത്. എളുപ്പം കിട്ടും. വെജ് ആകുമ്പോൾ, നോൺ വെജ് ആകുമ്പോൾ എളുപ്പം കിട്ടും. ഒരു ചിക്കൻ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ മുട്ട കഴിച്ചാൽ മതി. പിന്നെന്താണെന്നറിയോ, വെജിറ്റേറിയൻസിന് വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് അവരുടെ ഒരു ഇമോഷൻ ഉണ്ടാക്കി. നമ്മുടെയൊക്കെ വീട്ടിൽ ഭയങ്കര പ്രൗഡാ. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം വൈഫിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വെജിറ്റേറിയനാ. നോൺ വെജിറ്റേറിയനാണ് നമുക്ക് അത്ര അഹങ്കാരം ഒന്നുമില്ല പറയാൻ. പക്ഷെ വെജിറ്റേറിയൻ പ്രത്യേക അഹങ്കാരം. എനിക്ക് പ്യൂർ വെജ് പറയുന്ന അവര് വലിയൊരു. ഞാനൊരു തൃശ്ശൂർ കല്യാണത്തിന് പോയപ്പം 101 പല പല സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വെജിറ്റേറിയൻസിന്റെ. ഒരു പൂണൂൽ കല്യാണമായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ നമുക്കിടെ പല നോൺ വെജിറ്റേറിയൻ ടേസ്റ്റുകളും അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് അപ്പൊ ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്യും. അപ്പൊ അവര് കമ്പയർ ചെയ്യണതാണ്, ഇത് ചിക്കൻ ടിക്ക പോലത്തെ പനീർ. അപ്പൊ ഇവരത് കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ കോട്ടയത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കാറ്ററിംഗ് ഉണ്ട്. അപ്പം പുള്ളിയുടെ കാറ്ററിങ്ങിനകത്ത് ഈ വെജിറ്റബിൾ ഫിഷ് കറി, വെജിറ്റബിൾ ഫിഷ് കറി ഉണ്ട്. ഇത് ചേനയാണ്. അത് പക്ഷെ അത് കഴിക്കുമ്പോ കാളാഞ്ചി പോലെയൊക്കെ ഇരിക്കുന്ന രൂപത്തിൽ പുള്ളി ചേന ഉണ്ടാക്കി. വെജിറ്റബിൾ ബീഫ് കറി ഉണ്ട്. സോറി, വെജിറ്റബിൾ ചിക്കൻ കറി. വെജിറ്റബിൾ ചിക്കൻ കറി ആണ് സോയാബീനാണ്. അങ്ങനെ ഈ എനിക്ക് തോന്നിയത് ഈ നോൺ വെജിൽ നിന്ന് തിരിച്ച് ആയതുകൊണ്ട് ഇതില്ലാതെ പിടിച്ചേക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയും ഒക്കെ ഈ സാധനത്തിന്റെ പേര് കണ്ടാലും മതി എന്നുള്ളതാ. വെജിറ്റബിൾ കാണില്ല. അത് അതായത് നമ്മളുടെ രുചിക്ക് ഭയങ്കര സാമ്യമുണ്ട് കേട്ടോ. പിന്നെ അല്ല, ബേസിക്കലി എന്താണെന്നറിയോ, കുക്ക് ചെയ്യാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കിട്ടിയാൽ ഈ സാധനം നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തരാൻ പറ്റും. അത് നമുക്ക് വളരെ രുചികരമായിട്ട് വെജിറ്റേറിയൻ ഫുഡ് രസകരമായിട്ട് ഉണ്ടാക്കും. ഒരു പനീറൊക്കെ നല്ല കണ്ടന്റ് ആണല്ലോ, നമ്മളെ നല്ല ഫാറ്റാണ്, നമ്മുടെ ശരീരത്തിന് വളരെ വേണ്ടതാണ്. പനീറിലൊക്കെ എത്രയോ വെറൈറ്റി. നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്താൽ നേരത്തെയൊക്കെ വെജിറ്റേറിയൻ ഫുഡ് കുറച്ച് കോസ്റ്റ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ആണ് കൂടുതൽ. വെജിറ്റേറിയൻ കോസ്റ്റ്ലി ആണ്. വെജിറ്റേറിയൻ ഹൈലി ഡിമാൻഡിങ് ആണ്. നിങ്ങൾ വെജിറ്റേറിയൻ, അതായത് അത്യാവശ്യം മര്യാദയ്ക്ക് ഭക്ഷണം കൊടുത്താൽ വെജിറ്റേറിയൻ ഹോട്ടൽ 100% സക്സസ് ആണ്. നല്ല കൊച്ചിയിലെ പ്രത്യേകത ഞായറാഴ്ച ദിവസം ഒരു രാവിലെ ഒരു 8 മണി മുതൽ 12 മണി വരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലും കയറാൻ പറ്റില്ല. ഞങ്ങള് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് സാധാരണ കണ്ടു. ഞങ്ങൾ തിരക്ക് കാരണം അങ്ങോട്ട് പോകാതെ. അതായത് ഞങ്ങള് അവിടെയാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. പക്ഷേ അവിടെ പോയ ഒരു ഉത്സവത്തിനുള്ള ആളാണ് എന്നുള്ളതാണ്. അത് അപ്പുറത്തെ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ അത്ര കോമൺ അല്ല. വെജിറ്റേറിയൻ പിന്നെന്താണെന്നറിയോ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ റിലീജിയസ് ആയിട്ടും വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ വെജിറ്റേറിയനെ പ്രിഫർ ചെയ്യുന്നു. ഈ ഹലാൽ എന്നുള്ളത് വെറുതെ ബോർഡിൽ വെക്കുന്നതല്ല. അത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ അവർ പുറത്ത് പോകുമ്പം, എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ട്, അവർ പുറത്ത് പോകുമ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. അവർക്ക് അതിനകത്തൊരു റിലീജിയസ് തോന്നും. അങ്ങനെയും വെജിറ്റേറിയനെ പ്രിഫർ ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. പിന്നെ ഒരു നേരം വെജിറ്റേറിയൻ ആവാൻ തീരുമാനിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി. പിന്നെ ഒരു സമയത്ത് എന്താ പ്രശ്നം അറിയോ, നമ്മുടെ അവിടെ ആര്യാസ്, അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിരുന്നു വെജിറ്റേറിയൻ ഹോട്ടൽ. ദോശ, മസാല ദോശ, പൂരി, ചപ്പാത്തി, ഇത് മാത്രം ഉണ്ടായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം മാറി. ഇപ്പോൾ വെജിറ്റേറിയനിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാവുകയും ആ വെജിറ്റേറിയനിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വലിയ ഹൈലി കോസ്റ്റ്ലി ആണല്ലോ. ചിന്തിക്കുന്ന കോസ്റ്റ്ലി അല്ല, വളരെ കോസ്റ്റ്ലി ആണ്. അത് കറക്റ്റാണ്.
വെജ് ആയാലും നോൺ വെജ് ആയാലും ഇതിനെ റിലീജിയസ് ആയോ സ്പിരിച്വലായോ കാണേണ്ട കാര്യമില്ല. ഇല്ല, വെജ് ആയാലും നോൺ വെജ് ആയാലും കഴിക്കുന്ന ഭക്ഷണത്തിൽ കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്, ബാലൻസ്ഡ് പ്ലേറ്റ് ആക്കുക എന്നുള്ളതാണ്. കൃഷ്ണനാണേലും രാമനാണേലും ഒന്നും കൃഷ്ണനെയും രാമനെയും സ്നേഹിക്കാനും കൃഷ്ണന്റെയും രാമന്റെ അടുത്തേക്ക് പോകാനും നിങ്ങളുടെ ഭക്ഷണം നിങ്ങളെ ലിമിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സ് കുറച്ച് നന്നാക്കുക എന്നുള്ളതാണ് എല്ലാവരും. പിന്നെ ഏത് മതസ്ഥരാണേലും ഓപ്പോസിറ്റ് ആൾക്കാരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താതെ ഡീൽ ചെയ്യുക എന്നുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് ഏതൊരു ലോകത്തും നമ്മളെ ഏതൊരു വലിയ ആൾക്കാരിലേക്കും അടുപ്പിക്കുന്ന കാര്യം. അത് മനുഷ്യന്മാരിലേക്കാണെങ്കിലും ദൈവങ്ങളിലേക്കാണെങ്കിലും നമ്മളെ അടുപ്പിക്കുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂടെയുള്ളവനെ ബഹുമാനിക്കാൻ പറ്റിയാൽ നിങ്ങളെ ദൈവവും അടുത്തേക്ക് വിളിക്കും, മറ്റുള്ളവരും അടുത്തേക്ക് വിളിക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന ദൈവവും നിങ്ങളെ വിളിക്കില്ല, കൂടെ തിരിക്കുന്നവൻ വിളിക്കില്ല. അതുകൊണ്ട് മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ പോലെ തന്നെ മറ്റുള്ളവനെ ബഹുമാനിക്കാൻ പറ്റുക. പക്ഷേ നാച്ചുറോപ്പതി നോൺ വെജിനെ തള്ളിപ്പറയുന്നു എന്നൊരു ധാരണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നാച്ചുറോപ്പതി നോൺ വെജിനെ തള്ളി പറയുന്നില്ല. നാച്ചുറോപ്പതി തള്ളി പറയുന്നത് അൺഹെൽത്തി ഭക്ഷണത്തെയാണ്. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ളതിന് അപ്പുറം വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും നിങ്ങൾ എങ്ങനെ കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു, വാട്ട് ടു ഈറ്റ്, വെൻ ടു ഈറ്റ് ആൻഡ് ഹൗ ടു ഈറ്റ്, ഈ 3 കാര്യങ്ങളിൽ വളരെ സ്റ്റിക്കാണ് നാച്ചുറോപ്പതി. ഈ 3 കാര്യങ്ങളാണ് പ്രസക്തം, വെജ് ഓർ നോൺ വെജ് എന്നുള്ളതല്ല. താങ്ക് യു ഡോക്ടർ അഭിജിത്ത്. താങ്ക് യു ഡോക്ടർ. വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും നമുക്ക് ചായ കുടിക്കാം. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ AVT പ്രീമിയം ടീ.